കുറേയധികം കുട്ടികൾക്ക് നീറ്റിന്റെ ഈ തവണത്തെ സ്കോർ എന്ന് പറഞ്ഞാൽ ഒരു 200 to 300 ആ ഒരു റേഞ്ചിന്റെ ഇടയിൽപ്പെട്ട കുറേയധികം പിള്ളേരുണ്ടല്ലേ. ആൻഡ് അവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് വെച്ചാൽ വളരെ മോശം ഒരു അവസ്ഥയ്ക്കൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും മെയിൻ റീസൺ അവർ വിചാരിച്ച പോലെ ഒരു MBBS സീറ്റ് അവർക്ക് കിട്ടുന്നില്ല. അതിപ്പോൾ ഗവൺമെന്റ് ആവട്ടെ പ്രൈവറ്റിലാവട്ടെ. അപ്പോൾ അവർ വിചാരിക്കുക അടുത്ത ഓപ്ഷൻ ആയുർവേദോ അല്ലെങ്കിൽ ഹോമിയോപ്പതിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ എന്നായിരിക്കും. എന്നാൽ അവിടെയും ഇപ്പൊ ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടാത്തൊരു സ്ഥിതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? അടുത്ത അവരുടെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രൈവറ്റ് ആയിട്ട് ആയുർവേദോ അല്ലെങ്കിൽ ഹോമിയോപ്പതിയോ പഠിക്കാം എന്നായിരിക്കും. പക്ഷെ നമ്മൾ ആ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ അത് ഒരു 6 വർഷം കഴിഞ്ഞു കഴിയുമ്പോൾ ഈ കോഴ്സസിന് പ്രൈവറ്റ് കോളേജസിൽ പഠിച്ചിറങ്ങിയാൽ നമുക്ക് പേഷ്യൻ്റ് എക്സ്പോഷർ കിട്ടുമോ, അതല്ലെങ്കിൽ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമോ, അതല്ലെങ്കിൽ ഇതിന് സ്കോപ്പ് ഉണ്ടോ എന്ന് ചിന്തിക്കാതെ നമ്മൾ ആ ഡിസിഷൻ എടുക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന ഒരു വലിയ മണ്ടത്തരായിരിക്കും അല്ലേ. പക്ഷെ ഡോണ്ട് വറി, ലെറ്റ് മീ ബ്രേക്ക് ഇറ്റ് ഡൗൺ ഫോർ യു. So hi everyone, I'm Dr. Revati Ramesh and welcome to my YouTube channel. So ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ നമ്മുടെ കേരളത്തിൽ 3 ഗവൺമെൻറ് ആയുർവേദ കോളേജസ്, 2 എയ്ഡഡ് ഗവൺമെൻറ് ആയുർവേദ കോളേജസ്, അതേപോലെ തന്നെ 12ഓളം പ്രൈവറ്റ് ആയുർവേദ കോളേജസും വരുന്നുണ്ട്. ആൻഡ് ഈ പ്രൈവറ്റ് കോളേജസിൽ ഓൾസോ അലോട്ട്മെൻറ്റ് നടക്കുക, നീറ്റ് എക്സാം എഴുതി നമ്മൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന് കീമിൻ്റെ അലോട്ട്മെൻറ്റ് വെച്ചിട്ട് മാത്രമാണ് ഈ പ്രൈവറ്റ് കോളേജസ് ഉൾപ്പെടെ ബാക്കി എല്ലാ ആയുർവേദ കോളേജസിലും അതേപോലെ തന്നെ ഹോമിയോപ്പതി കോളേജസിലൊക്കെ അഡ്മിഷൻസ് നടക്കുക. ഈ പ്രൈവറ്റ് കോളേജസിൻ്റെ ഒക്കെ ഒരു ഫീസ് സ്ട്രക്ചറിൻ്റെ കാര്യം പറയുമ്പോൾ നിയർലി ഒരു 2 lakh to ഒരു 4 lakh 5 lakhs വരെ ട്യൂഷൻ ഫീ പെർ ആനം നമ്മുടെ കേരളത്തിൽ ഈ പ്രൈവറ്റ് കോളേജസിൻ്റെ ഫീസ് വരാറുണ്ട്. പക്ഷെ ഇതിപ്പോൾ നിങ്ങൾ പുറത്താണ് പഠിക്കുന്നതെങ്കിൽ ഇതിലും കൂടാം. അതായത് ഒരു മിനിമം അവരുടെ റേഞ്ചിൽ ഒരു 4 to 6 lakhs വരെ എത്താറുണ്ട്. ആൻഡ് ഇത് നിങ്ങളുടെ ട്യൂഷൻ ഫീ മാത്രമാണ്. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് മറ്റ് ഹോസ്റ്റൽ ഫീ, ബുക്സിൻ്റെ ഫീസ്, പിന്നെ അങ്ങനെ ഇങ്ങനെ കുറച്ച് എക്സ്പെൻസസ് കൂടുതൽ വരികയും ചെയ്യും. സോ ഇൻ ടോട്ടൽ നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് ആയിട്ട് BAMS കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ നിയർലി ഒരു 20 lakhs നമ്മൾ 6 വർഷം കൊണ്ട് മുടക്കുന്നുണ്ട്. ആൻഡ് ഈ 6 വർഷം കൊണ്ട് നമ്മൾ മുടക്കി ഈ ഒരു എമൗണ്ട് നമുക്ക് യൂസ്ഫുൾ ആണോ, അതല്ലെങ്കിൽ അത് വർത്ത് ആണോ എന്ന് എന്നോട് ചോദിച്ചാൽ മൈ ആൻസർ വുഡ് ബി നോ. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ ടു പേഷ്യൻസ് അതേപോലെ തന്നെ പ്രൊസീജിയേഴ്സ് ഇത് രണ്ടും നമുക്ക് കിട്ടുക നമ്മുടെ കോളേജസിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കോളേജസ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അവിടെ കുറേ അധികം പേഷ്യൻസ് വരുന്നതും അതേപോലെ തന്നെ അത്രയധികം പ്രൊസീജിയേഴ്സ് നടക്കുന്ന ഒരു കോളേജ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യുക. പക്ഷേ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് തന്നെ അവിടെ പേഷ്യൻസ് നമ്പർ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്ന കേസസും പേഷ്യൻസിൻ്റെ ഓരോരോ പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യേണ്ടതും അതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവുന്ന എക്സ്പോഷർ വളരെയധികം കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻറ്റേൺഷിപ്പ് ടൈം പീരീഡിൽ കിട്ടുന്ന ഒരു എക്സ്പോഷറിലും അതേപോലെ തന്നെ ആ പഠിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ നമുക്ക് അങ്ങോട്ട് നമ്മളെ നല്ല ഡോക്ടറായിട്ട് ഫ്രെയിം ചെയ്യാം. പക്ഷേ ഈ ഒരു കോളേജസിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിനെ പ്ലസ് പോയിന്റ് ആയിട്ട് പറയില്ല. പക്ഷെ സ്റ്റിൽ ഇവിടെ എല്ലാ സിലബസിലുള്ള പോയിന്റ്സും നമ്മളെല്ലാം ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് നമുക്ക് തരുന്നതായിരിക്കും. സോ ഇൻ ടോട്ടൽ നമുക്കിപ്പോൾ ഒരു മാർക്ക് വരുമ്പോഴൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് പ്രൈവറ്റ് കോളേജസിൽ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് എന്തായാലും കിട്ടും. കാരണം അങ്ങനെയാണ് അവിടുത്തെ ഒരു രീതി. കാരണം നിങ്ങൾക്ക് നല്ലൊരു സ്കോർ കിട്ടുക, അവർ കൂടുതൽ അക്കാഡമിക്കലി നിങ്ങൾ അങ്ങനെ ആയിരിക്കും ട്രെയിൻ ചെയ്യുക. ഗവൺമെൻറ് കോളേജസിൽ ഓൾസോ നമ്മൾ അക്കാഡമിക്കലി ട്രെയിൻഡ് ആണ്, പക്ഷെ ദർ വിൽ ബി എ ഡിഫറൻസ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ചെറിയ ഡിഫറൻസ് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. ഇനി ഹൗസ് സർജൻസി പീരീഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് MBBSൽ ഉള്ള പോലെ തന്നെ ഒരു വർഷം ഹൗസ് സർജൻസി പീരീഡ് ഉണ്ട്. ഇനിയിപ്പോൾ അത് നിങ്ങളൊരു ഗവൺമെൻറ് കോളേജസിലാണ് പഠിക്കുന്നത് എങ്കിൽ നമുക്ക് ഈ ഹൗസ് സർജൻസി പീരീഡ് പെയ്ഡ് ആയിരിക്കും, സ്റ്റൈപ്പൻഡറി ആണ്. അതായത് ഒരു 23,000 പെർ മന്ത് നമുക്ക് കിട്ടുന്ന ഒരു രീതിയിലാണ് നമുക്ക് ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ. പക്ഷേ നിങ്ങൾ പ്രൈവറ്റിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കില്ല. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഹൗസ് സർജൻസി പീരീഡ് നമുക്ക് വളരെ വലിയൊരു അസെറ്റാണ്. ഇനി ഞാൻ പഠിച്ച കോളേജിൻ്റെ കാര്യം പറയാം. അതായത് ഞാൻ പഠിച്ചത് ഗവൺമെൻറ് ആയുർവേദ കോളേജ് തൃപ്പൂണിത്തുറയിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു രീതി അനുസരിച്ച് നമുക്ക് ഒരു വർഷം കണ്ടിന്യൂസ് നമ്മൾ അവിടെ തന്നെ ആയിരിക്കും. എക്സെപ്റ്റ് നമുക്ക് കുറച്ച് പോസ്റ്റിങ്സ് പുറത്ത് പോകേണ്ട വരും. അതായത് റൂറൽ പോലെ കുറച്ച് പോസ്റ്റിങ്സ് ഉണ്ട്. അപ്പോൾ അത് മാത്രം നമ്മൾ പുറത്ത് പോകേണ്ട ഒരു സാഹചര്യം വരുന്നുള്ളൂ. ഇനി ആ കോളേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പേഷ്യൻസ് ആയിട്ട്
അത്രയധികം എക്സ്പോഷേഴ്സ് ആണ് കിട്ടുക. അതായത് ചില ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഇപ്പൊ രണ്ട് മൂന്ന് ഡിപ്പാർട്ട്മെന്റ്സ് ഞാൻ എടുത്തു പറയണം. അവിടെയൊക്കെ പേഷ്യൻസ് രാവിലെ 8 മണിക്ക് നമ്മൾ ഒ പിയിൽ കയറിയാൽ ഒരു 3:30-4 മണി വരെ പോയ ദിവസങ്ങൾ ഇഷ്ടം പോലെയാണ്. അത്രയധികം പേഷ്യൻസ് നമുക്ക് അവിടെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പല 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 ടൈപ്പ് ഓഫ് കേസസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ പേഷ്യൻസ് ആയിട്ട് എൻകൗണ്ടർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പേഷ്യൻസ് ഒന്നും ഇപ്പൊ വരാറില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട. കാരണം അത്ര അധികം ആൾക്കാർ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോഴും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു എക്സ്പോഷറാണ് പ്രൈവറ്റ് കോളേജസിൽ പോയി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറയുക. ഇത്രയൊന്നും നമുക്ക് അവിടെ കിട്ടില്ല. അതേപോലെ തന്നെ പ്രൈവറ്റ് കോളേജസിൽ മിക്ക കോളേജസിലും നമ്മൾ കണ്ടുവരിക, അവരൊരു 6 മാസമാണ് അവരുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യിപ്പിക്കുക. ബാക്കി 6 മാസം മറ്റ് ഡിസ്പെൻസറീസിലൊക്കെ അവരെ പോസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു രീതിയാണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് ആ കോളേജസിൽ അത്രയധികം പേഷ്യൻസ് കുറവായത് കൊണ്ടും ആകാം. അപ്പൊ നമ്മളത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. രാദർ ദാൻ നമ്മൾ അക്കാഡമിക്കലി സ്ട്രോങ് ആയിരിക്കണം, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ആസ് ഡോക്ടേഴ്സ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ പേഷ്യൻസ് ആയിട്ടുള്ള എക്സ്പോഷർ തന്നെയാണെന്നാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. ഐ തിങ്ക് അപ്പോൾ എല്ലാവർക്കും ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും എന്ന് ഞാനും വിശ്വസിക്കുന്നു. ഇനി ഞാൻ മിക്കപ്പോഴും കണ്ടുവരുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ, ഈ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ആയുർവേദം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കോളേജസിൽ അല്ലെങ്കിൽ അവരുടെ ഹോസ്പിറ്റൽസിൽ നമുക്ക് വർക്ക് ചെയ്യാൻ ഒരു ഓപ്ഷൻ അവർ തരും എന്നുള്ളൊരു തെറ്റിദ്ധാരണ മിക്കപ്പോഴും കണ്ടുവരാറുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ 1-2 ആൾക്കാർക്ക് കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. ഇല്ലാണ്ട് എല്ലാവർക്കും അങ്ങനെ ഒരു അഷ്യോർഡ് ആയിട്ടുള്ളൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഒന്നും അവിടെയും കിട്ടുന്നില്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സ് വെരി ഹൈലി അണ്ടർ പെയ്ഡ് ആണ്. അപ്പോൾ എസ്പെഷ്യലി നമ്മളൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു BAMS കോഴ്സ് കഴിഞ്ഞ് ഒരു 10-20 ലക്ഷം മുടക്കിയിട്ടാണ് നമ്മൾ പുറത്തിറങ്ങുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുമ്പോൾ നിയർലി ഒരു 15,000 to 20,000 ഒക്കെ ഉണ്ടാവുള്ളൂ. അതൊരു ഹാർഷ് റിയാലിറ്റിയാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പക്ഷെ ഐ ഡു അഗ്രി, നമ്മൾ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന ഒരു റിലീഫിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. അത് ഐ ഹാവ് ടു മെൻഷൻ ദാറ്റ്. കാരണം ബിയോണ്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ, അതായത് ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പൈസ ആഗ്രഹിച്ചിട്ടാവരുത് നമ്മൾ ട്രീറ്റ് ചെയ്യുക. പക്ഷെ ഒരു ബെയർ മിനിമം പോലും നമുക്കിവിടെ സാലറി കിട്ടാറില്ല. അതൊരു റിയാലിറ്റി തന്നെയാണ്, അത് പറയാണ്ടിരിക്കാൻ വയ്യ. സോ അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ പ്രൈവറ്റ് കോളേജസിൽ നമ്മൾ ഇത്ര ഫീസ് കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ, എന്നിട്ട് അവിടെ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. സോ അപ്പോൾ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നമ്മൾ അതിനെക്കുറിച്ച് നല്ലപോലെ ചിന്തിക്കണം. അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. സോ ഐ തിങ്ക് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ ഓൾ ഓഫ് യു. അപ്പോൾ ബൈ, സീ യു സൂൺ.